നയിക്കാൻ തിലക് വർമ്മ. ഓപ്പണിംഗ് റോളിൽ യങ് സെൻസേഷൻ വൈഭവ് സൂര്യവംശിയും പ്രിയാൻഷ് ആര്യയും. വിക്കറ്റ് കീപ്പറായി പ്രഭ്സിമ്രൻ സിംഗ്. ബോളിംഗ് അറ്റാക്കിന് നേതൃത്വം നൽകാൻ അൻഷുൽ കമ്പോജ്. IPL തൊട്ടു പിന്നാലെ ലങ്കയിൽ നടക്കാനിരിക്കുന്ന ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യ എ ടീമിലെ പ്രധാനികളാണ് ഈ പേരുകൾ. ഫ്രാഞ്ചൈസി ലീഗിൽ മികച്ച പ്രകടനം നടത്തിയൊരു യുവതാരങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിയുള്ള കംപ്ലീറ്റ് പാക്കേജ്. ജൂൺ 9 മുതൽ 21 വരെ നീണ്ടു നിൽക്കുന്ന പരമ്പരയിൽ ലങ്കയ്ക്ക് പുറമെ അഫ്ഗാനിസ്ഥാനാണ് പങ്കെടുക്കുന്നത്. ലങ്കയിലെ സ്പിൻ പിച്ചുകളെ മുൻനിർത്തിയാണ് ഇന്ത്യ എ ടീമിൻ്റെ സെലക്ഷൻ. നായകൻ തിലകിനും ഉപനായകൻ റയാൻ പരാഗിനും പുറമെ 5 സ്പിൻ ഓൾറൗണ്ടർമാരെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയത്. നിഷാന്ത് സിന്ധു, ഹാർഷ് ദുബെ, വിപ്രജ് നിഗം, ആയുഷ് ബദോനി, സൂരൻ ഷെഗ്ഡെ തുടങ്ങി വിവിധ IPL ടീമുകൾക്കായി ഇതിനകം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയവരെയെല്ലാം പെറുക്കിയെടുത്താണ് ടീമിനെ സെറ്റാക്കിയിരിക്കുന്നത്. ഈ സ്ക്വാഡിലെ പ്രധാനി വൈഭവ് സൂര്യവംശി തന്നെയാണ്. IPL ഇതുവരെ 11 ഇന്നിംഗ്സുകളിൽ നിന്നായി 236 സ്ട്രൈക്ക് റേറ്റിൽ 440 റൺസുമായി തകർപ്പൻ ഫോമിലാണ് ഈ കൗമാരക്കാരൻ. ഇതുവരെ 1 സെഞ്ചുറിയും 2 ഫിഫ്റ്റിയുമാണ് സ്വന്തമാക്കിയത്. പവർ പ്ലേ ഓവറുകളിൽ തകർത്തടിക്കുന്ന കൗമാരക്കാരൻ 40 സിക്സറുകളും പറത്തിയിരുന്നു. ഇന്ത്യ എ ടീമിലെ അനുഭവ സമ്പത്തിലൂടെ സീനിയർ ടീമിലേക്ക് വിളിക്കാനാകും BCCയുടെ പ്ലാൻ. നേരത്തെ ഇന്ത്യയുടെ അണ്ടർ 19 ടീമിലും യൂത്ത് ടീമിലും ഇടം പിടിച്ചിരുന്ന വൈഭവിനെ ഇതാദ്യമായാണ് ഇന്ത്യ എ ടീമിലേക്ക് പരിഗണിക്കുന്നത്. സീനിയർ ടീമിലേക്കുള്ള ഗ്രാൻഡ് എൻട്രിക്കുള്ള ആദ്യ പടി കൂടിയാണ് ഈ സെലക്ഷൻ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. IPL ആഭ്യന്തര ക്രിക്കറ്റിലും റെക്കോർഡുകൾ തകർത്തു മുന്നേറുന്ന വൈഭവ് ഇന്ത്യ എ ടീമിനായും ഇതേ ഫോം തന്നെ തുടരുമെന്നാണ് ആരാധകരുടെയും പ്രതീക്ഷ. വൈഭവിനൊപ്പം ആരാകും ഓപ്പണിംഗ് ഇറങ്ങുകയെന്നും കൗതുകമായി നിലനിൽക്കുന്നു. പ്രഭ്സിമ്രൻ, പ്രിയാൻഷ് ആര്യ എന്നിവരിൽ ഒരാളെയാകും ടീം പരിഗണിക്കുക. 12ാം വയസ്സിൽ ബീഹാറിനായി രഞ്ജി ട്രോഫിയിൽ അരങ്ങേറിയ വൈഭവ് ഇന്ത്യ അണ്ടർ 19 ടീമിനായി 58 പന്തിൽ സെഞ്ചുറി നേടി റെക്കോർഡ് പ്രകടനം പുറത്തെടുത്തിരുന്നു. കഴിഞ്ഞ സീസണിൽ 14ാം വയസ്സിൽ IPL അരങ്ങേറ്റം കുറിച്ച താരം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 35 പന്തിൽ സെഞ്ചുറി നേടിയും ചരിത്രം കുറിച്ചു. പിന്നീട് പടിപടിയായി തന്നെ മികവ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ RR താരത്തിന് ഏറ്റവും ഒടുവിൽ ഇന്ത്യ ടീമിലേക്കുള്ള വിളിയും എത്തിയിരിക്കുന്നു. എമർജിംഗ് ഏഷ്യ കപ്പിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന തിലക് വർമ്മക്കും ഇതൊരു മികച്ച അവസരമാണ്. നിലവിൽ മുംബൈ ഇന്ത്യൻസിനായി മികച്ച ഫോമിലാണ് ഈ 23കാരൻ ബെറ്റ് വീശുന്നത്. മുംബൈയുടെ ഭാവി താരമായും വിലയിരുത്തപ്പെടുന്നു. നായകസ്ഥാനത്തേക്കും തിലകിനെ പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പഞ്ചാബിൻ്റെ ഫിയർലെസ് ഓപ്പണിംഗ് ജോഡിയായ പ്രിയാൻഷ് ആര്യയ്ക്കും പ്രഭ്സിമ്രൻ സിംഗിനും സുവർണാവസരമാണ് ഒരുങ്ങിയത്. ഇതുവരെ 12 മത്സരത്തിൽ 5 ഫിഫ്റ്റിയുമായി 439 റൺസാണ് പ്രഭ്സിമ്രൻ പഞ്ചാബിനായി അടിച്ചെടുത്തത്. 3 ഫിഫ്റ്റി അടക്കം 364 റൺസാണ് പ്രിയാൻഷിൻ്റെ അക്കൗണ്ടിലുള്ളത്. ഇന്ത്യക്കായി മികച്ച പെർഫോമൻസ് നടത്തിയാൽ ഇരുവരെയും അതിവിദൂര ഭാവിയിൽ സീനിയർ ജേഴ്സിയിൽ കാണാനുള്ള സാധ്യത കൂടുതലാണ്. രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ എന്ന പരിചയമാണ് റയാൻ പരാഗിനെ ഉപനായക സ്ഥാനത്തെത്തിച്ചത്. RRനൊപ്പം മികച്ച ഫോമിലല്ലെങ്കിലും ഡൊമസ്റ്റിക്കിലെ പരിചയസമ്പത്താണ് പരാഗിനെ അനുകൂലമായത്. ഇതുവരെ 10 ഇന്നിംഗ്സിൽ നിന്നായി 1 ഫിഫ്റ്റി അടക്കം 202 റൺസാണ് പരാഗ് നേടിയത്. ചെന്നൈ സൂപ്പർ കിങ്സ് പേസ് അറ്റാക്കിനെ നയിക്കുന്ന അൻഷുൽ കമ്പോജിൻ്റെ സെലക്ഷനും ഫ്യൂച്ചർ മുൻനിർത്തിയുള്ള മികച്ച നീക്കമാണ്. ഇതുവരെ 11 മാച്ചിൽ 19 വിക്കറ്റ് എറിഞ്ഞിട്ട് അൻഷുൽ കമ്പോജ് മികച്ച ഇക്കോണമിയിലാണ് പന്തെറിയുന്നത്. അതേസമയം യുവ പേസർമാരായ മൊഹസിൻ ഖാൻ, കാർത്തിക് ത്യാഗി, പ്രിൻസ് യാദവ് തുടങ്ങിയവർക്കൊന്നും ഇന്ത്യ ടീമിലേക്ക് അവസരം ലഭിച്ചില്ല. ലക്നൌവിനായി 12 മാച്ചിൽ നിന്ന് 16 വിക്കറ്റ് വീഴ്ത്തിയ പ്രിൻസ് യാദവും മികച്ച ഫോമിലാണ്. 2028 T20 ലോകകപ്പ് മുൻനിർത്തി സഞ്ജു സാംസണിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യവും ഇതിനോടകം ക്രിക്കറ്റ് സർക്കിളുകളിൽ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. മുൻ ഇന്ത്യൻ പരിശീലകനും കമൻറ്റേറ്ററുമായ രവിശാസ്ത്രിയാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. രാജസ്ഥാൻ റോയൽസിനായി സഞ്ജുവിൻ്റെ നേത്രപാഠവും പരിഗണിക്കണമെന്നാണ് ശാസ്ത്രിയുടെ അഭിപ്രായം. ICC അഭിമുഖത്തിനിടെയാണ് താരം സഞ്ജുവിനായി രംഗത്തെത്തിയത്. 5 സീസണുകളിൽ രാജസ്ഥാനെ നയിച്ച മലയാളി താരം 2022 ടീമിനെ ഫൈനലിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇന്ത്യയുടെ ഏകദിന ടീമിലേക്ക് സഞ്ജുവിനെ പരിഗണിച്ചേക്കില്ലെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ 2ാം വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷനെയാണ് പരിഗണിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടങ്കയൻ ബാറ്റർ എന്നത് കിഷന് അനുകൂലമാകുമെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ പന്തിൻ്റെ ഏകദിന ടീം വാസവും അവസാനിക്കും. 2023 ഡിസംബറിലാണ് സഞ്ജു അവസാനമായി ഇന്ത്യക്കായി ഏകദിനത്തിൽ കളിച്ചത്. അന്ന് സെഞ്ചുറിയും നേടി. IPL പ്രഭയിൽ ദേശീയ ടീമിലേക്ക് ചൂടുറപ്പിക്കാൻ നിരവധി താരങ്ങളാണ് തയ്യാറെടുക്കുന്നത്. ലഭിക്കുന്ന അവസരങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തി സീനിയർ ടീമിലേക്ക് ആരൊക്കെ എത്തും? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.